ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രാജാ ഓർ വിദ്രോഹി എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഇതൊരു നാടകമാണ്. എഴുതിയത് രവീന്ദ്രനാഥ ടാക്കൂർ, അതുപോലെ തന്നെ അനുവാദകനാണ് അമർ ഗോസ്വാമി. ഇതിൽ നമ്മൾ രണ്ടാമത്തെ സീനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ദൂസരാ ദൃശ്യം. അപ്പോൾ ദൂസരാ ദൃശ്യത്തിൽ നമ്മൾ വരുവാണെങ്കിൽ ഫസ്റ്റ് എന്താണ്, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, രാജാവും സേനാപതിയും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ കണ്ടു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം രാജാക്ക പ്രസ്ഥാൻ ഹേം ഓർ ജനതാക്ക പ്രവേശ്, അതായത് ആ സീനിൽ നിന്ന് രാജാവ് പോകുന്നു, പിന്നെ അങ്ങോട്ട് ഹേം അതുപോലെ തന്നെ മറ്റാളുകൾ കടന്നു വരുന്നു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അതിൻ്റെ ബാക്കി പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് പാർട്സ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ റീക്യാപ്പ് പറയാത്തത്. കാരണം അതിൻ്റെ എന്താണ് പ്രീവിയസ് വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുവാണ്. സേനാപതി സാത്തിയോ ക്യാ तुम में से कोई ऐसा है जो महाराज से लड़ने के लिए राजी हो. രാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാർ. അതായത് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ, അതായത് രാജാവിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് സേനാപതി ചോദിക്കുകയാണ്. ജനത ജി നഹി, ഞങ്ങൾ തയ്യാറല്ല. സേനാപതി ക്യാ ഏക് ബി നഹി, എന്താ ആരും തയ്യാറല്ലേ എന്ന് സേനാപതി ചോദിക്കുകയാണ്. അപ്പോൾ ജനത ആളുകൾ പറയുകയാണ്, ഹം കിസീസെ ഡർത്തെ നഹി ലേക്കിൻ ഹം മഹാരാജ് സെ ലഡ്നാ നഹി ചാഹത്തെ, അതായത് ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല, പക്ഷേ രാജാവിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ആളുകൾ പറയുവാണ്. ഇപ്പോൾ സേനാപതി മഗർ ഹേം തുമ്നെ മഹാരാജ് കാ അപമാൻ കിയാ ഹെ തോ ഫിർ തുമാരെ സാഥ് ഹി ലഡായി ഹോഗി. പക്ഷേ ഹേം നീ മഹാരാജാവിനെ അപമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിൻ്റെ അടുത്തായിരിക്കും യുദ്ധം ചെയ്യാൻ പോവുക, നിന്നോടായിരിക്കും യുദ്ധം ചെയ്യാൻ പോവുക. ഹേം മഗർ മേനെ കിസ് തര മഹാരാജ് കാ അപമാൻ കിയാ, പക്ഷെ ഞാൻ എങ്ങനെയാണ് മഹാരാജാവിനെ അപമാനിച്ചതെന്ന് ഹേം ചോദിക്കുവാണ്. ഹേം എന്ന് പറയുന്നത് വിദ്രോഹിയാണ്, പക്ഷെ അതൊരു പേഴ്സണാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ പേരാണ് ഹേം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റിബലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വരുന്ന ടൈമിൽ അറിയാൻ പറ്റും. അപ്പോൾ എന്താണ്, സേനാപതി പറയുവാണ് ഹേമിൻ്റെ അടുത്തായിരിക്കും യുദ്ധം നടക്കാൻ പോകുന്നത്, കാരണം അയാളാണ് മഹാരാജാവിനെ അപമാനിച്ചപ്പോൾ ഹേം ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് മഹാരാജാവിനെ അപമാനിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സേനാപതി ഹമാരെ മഹാരാജ് ജബ് തുമാരെ മക്കാൻ കെ സാമനെ സെ ഗുസർ രഹേ थे उस वक्त तुम खिड़की के पास खड़े होकर जंबाई ले रहे थे. खिड़की എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനൽ, ജംബായി ലേന എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുവായി ഇടുക. അതായത് മഹാരാജാവ് ഈ ഹേമിൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോയപ്പോൾ ഹേം എന്താണ് ജനലിൻ്റെ അടുത്ത് നിന്ന് കൂട്ടുവായി ഇട്ടു. ഓക്കെ, അതാണ് അവർ കണ്ടുപിടിച്ച ഒരു കുറ്റം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹേമിനെ എടുത്ത് യുദ്ധം ചെയ്യാൻ സേനാപതി തയ്യാറാവുന്നത്. അപ്പോൾ ബാക്കി സൈനിക് തീനും സൈനിക് ജംബായി ലേ രഹാദ ഹാ 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 എന്നവർ പറയുവാണ്. അവർ ജസ്റ്റ് ഒന്ന് പിന്നെയും പറഞ്ഞതേ ഉള്ളൂ. ജനത ജംബായി ലേനാത്തോ ഭയങ്കർ ബാത്ത് ഹെ ഇത്തന സാഹസ് ഇസ്സേ ബഡ അപമാൻ ഓർ ക്യാ ഹോഗ. അപ്പോൾ ആളുകൾ പറയുവാണ്, ഇത്രയും സാഹസികനാണോ ഇയാൾ, ഇസ്സേ ബഡ അപമാൻ ഓർ ക്യാ ഹോഗ, ഇതിലും വലിയ അപമാനം എന്താണ് മഹാരാജാവ് കടന്നു പോകുമ്പം കോട്ടുവായി ഇടുക, അതൊരു മോശം കാര്യമായിട്ടാണ് അവർ പറയുന്നത്. ഹേം മഗർ രാജാ ബന്നെ കെ ബാദ് മഹാരാജ് ഏക് ബാർ ബി ഹമാരെ ഹർ കെ സാമനെ സെ നഹി ഗുസ്രേ ഹെ, അതായത് രാജാവായതിനു ശേഷം മഹാരാജാവ് ഒരു പ്രാവശ്യം പോലും ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ പോയിട്ടില്ല എന്ന് ഹേം പറയുവാണ്. എൻ്റെ വീടിന് മുന്നിലൂടെ മഹാരാജാവ് ആയതിനു ശേഷം അയാൾ പോയിട്ടില്ല. സേനാപതി മഗർ ഭയ്യ ക്യാ തും ദിൽ പർ ഹാത്ത് രഖ്കർ കഹ സക്തേ ഹോ കി തുമ്നെ കഭി ജംബായി നിഹീലി. ഓക്കെ, അതായത് നിനക്ക് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ മനസ്സിൽ കൈവച്ച് പറയാൻ പറ്റുമോ, നീ ഒരിക്കലും കോട്ടുവായി ഇട്ടിട്ടില്ലെന്ന് എന്ന് സേനാപതി പറയണം. ഹേം തോ മുझे मान ही लेना पड़ेगा कि मैंने जरूर कभी जंबाई ली होगी. അപ്പോൾ എന്താണ്, എനിക്ക് സമ്മതിക്കേണ്ടി വരും, കാരണം കോട്ടുവായി ഇടാത്തവർ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് സമ്മതിക്കേണ്ടി വരും എന്ന് ഹേം പറയുവാണ്. അപ്പോൾ സേനാപതി ഷബാഷ് അബ് തുമ്നെ ബഹാദുരോ കി ജയ്സി ബാത് കഹി, കൊള്ളാം, ഇപ്പോഴാണ് നീ വീരന്മാരെ പോലെ സംസാരിച്ചത് എന്ന് സേനാപതി പറയുന്നു. ജനത ഇസേ കഹത്തെ ഹെ രാജാ കാ ഏകദം യോഗ്യ ശത്രു ടീഖേന. അപ്പോൾ ആളുകൾ സമ്മതിക്കുവാണ്, ഇതാണ് രാജാവിന് പറ്റിയ ഏറ്റവും നല്ല യോഗ്യനായ ശത്രു, ശരിയല്ലേ എന്ന് ആളുകൾ ചോദിക്കുകയാണ്. സബി സൈനിക് തുംസെ ലഡായി കർക്കെ സറൂർ മസ ആയിക, നിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ നല്ല രസമായിരിക്കുമെന്ന് ബാക്കി സൈനികർ പറയുവാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരാളെ ശത്രുവിനെ കണ്ടുപിടിക്കണമായിരുന്നു, അവർ കണ്ടുപിടിച്ചത് സാധാരണ ഒരാളെയാണ്, അയാളെ കോട്ടുവായി ഇട്ടു എന്നതാണ് ആരോപിച്ചിരിക്കുന്ന കുറ്റം. ഓക്കെ, ഞാനാണ് ഇനി യുദ്ധം ചെയ്യാൻ പോകുന്നത്.
സേനാപതി ചലോ സൈനികോ ഇസ് മഹാൻ യുദ്ധ കെ ലിയെ തയ്യാർ ഹോ. സേനാപതി പറയുകയാണ് സൈനികന്മാരെ ഈ വലിയ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകൂ. ജനത ജയ് രാജാധിരാജ് രാജേന്ദ്രയ്ക്ക് ജയ്. എന്താണ് മഹാരാജാവിനെ ജയ് വിളിക്കുകയാണ് അവർ. ഓക്കെ, അതോടുകൂടി നമ്മളുടെ രണ്ടാമത്തെ ദൃശ്യം ഇവിടെ വെച്ച് തീരുവാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ദൃശ്യമുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ അതാണ് മൂന്നാമത്തെ ദൃശ്യം. രണ്ടെണ്ണം നമ്മൾ തീർത്തിട്ടുണ്ട്. പല പാർട്സായിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക. അതിൻ്റെ എന്താണ് ഓരോ വീഡിയോയിലെയും കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ ദൃശ്യം വൈൻഡപ്പ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മൂന്നാമത്തെ ദൃശ്യം നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.